ആദ്യമേ തന്നെ എന്നെ ക്ഷണിച്ചതിന് ഞാൻ പ്രത്യേകമായിട്ട് ഇതിൻ്റെ സംഘാടകർക്ക്, പ്രോഗ്രാം കൺവീനർ ബിനു ജോണിന് നന്ദി പറയുന്നു. എനിക്ക് നല്ല സുഖമില്ല എങ്കിലും ഇങ്ങനെയൊരു പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുക എന്നത് അതൊരു വലിയൊരു ബഹുമതിയായിട്ട് കണക്കാക്കുന്നതുകൊണ്ടും അത് സുഖമില്ലെങ്കിലും വരണമെന്ന ആഗ്രഹം കൊണ്ടുമാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. ഇതിൻ്റെ സംഘാടനത്തിൻ്റെ മികവിന് എങ്ങനെയാണ് നിങ്ങളെ അഭിനന്ദിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പലരുമുണ്ട്. വളരെ സജീവമായിട്ട്, വളരെ ചിട്ടയോടുകൂടി, കൃത്യതയോടുകൂടി ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും ആദ്യം തന്നെ അഭിവാദ്യങ്ങളും അനുമോദനങ്ങളും നേരുകയാണ്. സ്വാഭാവികമായിട്ടും ഞാനിവിടെ വന്നപ്പോൾ പ്രതികരണം എന്നുള്ളത് പലപ്പോഴും അവതരിപ്പിക്കുന്ന പേപ്പറിനോടുള്ള അല്പം ക്രിട്ടിക്കലായിട്ടുള്ളൊരു റെസ്പോൺസാണ്. പക്ഷേ മാർപ്പാപ്പയുടെ രേഖ അവതരിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ ക്രിട്ടിക്കലാവുക? അപ്പം അതുകൊണ്ട് നിങ്ങൾ ക്രിട്ടിക്കലായിട്ട് എനിക്ക് ആകെ പറയാനുള്ളത്, രേഖ നിങ്ങൾ പൂർണ്ണമായും വായിക്കുക എന്നതാണ്. എൻ്റെ സമഗ്രതയിൽ വായിച്ചാലാണ് ഇവിടെ അവതരിപ്പിച്ചതിൻ്റെ ചൈതന്യം ശരിക്കും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ. കാരണം നമ്മൾ ഒരു കാര്യം മുഴുവൻ അവതരിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് പല പാരഗ്രാഫിൽ നിന്നാണ് ഷൈജു ഭംഗിയായിട്ടത് അവതരിപ്പിച്ചത്. പക്ഷെ നിങ്ങളത് കയ്യിലുള്ളത് കൊണ്ട് എൻ്റെ പൂർണ്ണതയിൽ വായിക്കുമ്പോഴാണ് എന്താണ് മാർപ്പാപ്പ ഈ സിനഡാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാവുകയുള്ളൂ. ഞാൻ വന്നപ്പോൾ പറയാൻ ആഗ്രഹിച്ച കാര്യമല്ല, ഷൈജു തുടങ്ങിയത് മീൻപിടുത്തത്തെക്കുറിച്ചാണ്. സുവിശേഷ ഭാഗം ഞാൻ കളകളുടെ വിത്തുകളുമായിട്ടാണ് വന്നത്. അപ്പോൾ ആ മീൻപിടുത്തത്തെക്കുറിച്ച് എന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. എനിക്ക് 8 മിനിറ്റ് അല്ലേ, അല്ല അതറിയണമല്ലോ. അപ്പോൾ നിങ്ങളത് സമയമാകുമ്പോൾ മണിയടിച്ചോളൂ, ഞാൻ നിർത്തിയില്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റിക്കൊള്ളുക. മീൻ പിടിക്കാനായിട്ട് പത്രോസ് പോകുന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാം, പത്രോസിനെ വിളിച്ചത് മനുഷ്യരെ പിടിക്കാനാണ്. യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ, പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോൾ, പരാജയപ്പെട്ടപ്പോൾ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു, മറ്റുള്ളവരും പോകുന്നു. അപ്പൊ നമുക്ക് പരാജയമില്ലാത്തവരാണ് നിങ്ങൾ എങ്ങോട്ടും തിരിച്ചു പോയിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും ആത്മായ മുന്നേറ്റം, സിനഡാലിറ്റി എന്ന ആശയവുമായിട്ട്, അത് വെറും കോസ്മെറ്റിക് ചേഞ്ചസ് അല്ല, സംവിധാനാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചാണ് നിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. കോസ്മെറ്റിക് ചേഞ്ചസ് നടത്തിയിട്ട് സഭയിൽ റാഡിക്കലായിട്ടുള്ള സമൂലമായ മാറ്റം ഉണ്ടാവുകയില്ല. പക്ഷേ സംവിധാനാത്മകമായ കാര്യങ്ങളിലും മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ശിഷ്യത്വത്തിൽ നിലനിൽക്കുക എന്നതാണ്. പത്രോസ് മീൻ പിടിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ ശിഷ്യത്വം ഉപേക്ഷിച്ചതാണ്. പക്ഷെ ശിഷ്യത്വം ഉപേക്ഷിച്ചെങ്കിലും കർത്താവ് തീരത്ത് കാത്തിരിപ്പുണ്ട്. കാത്തിരുന്ന കർത്താവാണ് അവരോട് വെള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടാൻ പറഞ്ഞത്. അതിനൊരു കാരണമുണ്ട്. കർത്താവില്ലാതെ അധ്വാനിച്ചിട്ട് നല്ല മുക്കവരായിരുന്നു, ഒന്നും കിട്ടിയില്ല. അപ്പം ആത്മായ മുന്നേറ്റത്തിൻ്റെ പ്രവർത്തനത്തിൽ എന്നും കർത്താവ് കൂടെ ഉണ്ടാകുമ്പോഴാണ് അത് ഫലപ്രദമാവുകയുള്ളൂ എന്നൊരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. കാരണം അവർ കർത്താവിനെ ഉപേക്ഷിച്ച്, ശിഷ്യത്വം ഉപേക്ഷിച്ച് സ്വന്തം പണിക്ക് പോയതാണ്, ഒന്നും കിട്ടിയില്ല. കടലിനെ കുറിച്ച് അറിവില്ലാത്തവരല്ല, നല്ല അറിവുള്ളവരാണ്. അതുകൊണ്ട് ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ പണി ഫലപ്രദമാകത്തില്ല. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കൊഴിവും വൃഥാവിലാകും. ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ, നിങ്ങൾ പറയുന്ന കമ്മ്യൂണിയൻ ഈ ഭാഗത്ത് കിടക്കുന്നുണ്ട്. യേശു വല ഇടാൻ പറഞ്ഞു. വലയിട്ടപ്പോൾ എത്ര മത്സ്യങ്ങൾ അതിലുണ്ടായിരുന്നെന്ന് അറിയൂ? 153. ഇവിടെ 253 ആയിട്ടും ഉണ്ടാവും. 153 മത്സ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത്, അന്നത്തെ ചിന്താഗതി അനുസരിച്ച്, ജന്തുശാസ്ത്ര പഠനങ്ങൾ അനുസരിച്ച് കടലിൽ ആകെ 153 തരം മത്സ്യങ്ങളെ ഉള്ളൂ, അന്നത്തെ ചിന്താഗതി അനുസരിച്ച്. അതുകൊണ്ട് ഈ വലയിട്ടപ്പോൾ 153 കിട്ടിയെന്ന് പറയുമ്പോൾ എല്ലാ വ്യത്യസ്തതകളെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് സഭ. നിങ്ങളെല്ലാവരും വ്യത്യസ്തരാണ്. ആ വ്യത്യസ്തമായ സമൂഹം, വ്യത്യസ്തതകൾ ഉള്ളവര് ഒരുമിച്ച് നിൽക്കുന്ന കൂട്ടമാണ് സഭയെന്ന് ആദ്യം തന്നെ നമ്മൾ പഠിപ്പിക്കും. സർവ്വ ജനതകളോടുമാണ് ആ വചനം പ്രഘോഷിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ സിനഡാലിറ്റിയിൽ പറയുന്ന കമ്മ്യൂണിയൻ
പങ്കാളിത്തം എന്നുള്ളത് എല്ലാവരും ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്നതല്ല, വ്യത്യസ്തതകളെ അംഗീകരിക്കലാണ്. ആ വ്യത്യസ്തതകളെ അംഗീകരിക്കാതെ പോയതാണ് നമ്മുടെ തിരുപ്പതിലുണ്ടായ ചില പ്രശ്നങ്ങളും. മാർപ്പാപ്പ പറയുന്നത് റിക്കൺസൈൽഡ് ഡിവേഴ്സിറ്റി എന്നാണ്, അനുരഞ്ജിത വൈവിധ്യം. അത് പല പ്രാവശ്യം മാർപ്പാപ്പ പ്രയോഗിച്ചിട്ടുള്ളൊരു വാക്കാണ് റിക്കൺസൈൽഡ് ഡിവേഴ്സിറ്റി, അനുരഞ്ജിത വൈവിധ്യം. അപ്പൊ എന്നിട്ട് ആ വ്യത്യസ്തതകൾ ഉണ്ടെങ്കിലും സുവിശേഷൻ പറയുന്നുണ്ട് വല കീറിയില്ല, ഐക്യമാണ്. അപ്പോൾ കമ്മ്യൂണിയൻ എന്നുള്ളത്, കൂട്ടായ്മ എന്നുള്ളത് ഐക്യത്തിൻ്റെതായിട്ട് വരുന്നത് വ്യത്യസ്തതകളെ അംഗീകരിച്ചുകൊണ്ടാണ്. നമ്മൾ ഈ രാഷ്ട്രീയക്കാരുടെ ചില മുദ്രാവാക്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടെന്നാൽ കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും, ആരാണിത് പറയുന്നത് അറിയാമോ, ഞാൻ പറയുന്നേ, പിന്നെ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം സിന്ദാബാദ്. ഈ വൈരുദ്ധ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളിൽ നിന്ന് തൊട്ടെന്നാൽ കൈയും വെട്ടും തലയും വെട്ടും, അവസാനം പറയുന്നത് സ്വാതന്ത്ര്യം, സോഷ്യലിസം, ജനാധിപത്യം സിന്ദാബാദ്. ഈ വൈരുദ്ധ്യം നമുക്കുണ്ടാകരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന സിനഡാലിറ്റി ആരെയും നശിപ്പിക്കാനല്ല എന്ന് നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ടതില്ല. മെത്രാന്മാർ ഭയപ്പെടേണ്ട ആവശ്യമില്ല, വൈദികർ ഭയപ്പെടേണ്ട ആവശ്യമില്ല, അൽമായർ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഈ വൈവിധ്യം എന്നുള്ളത് ഒരു മിഷന് വേണ്ടിയിട്ടുള്ള, നിങ്ങളുടെ അവസാനത്തെ ഭാഗം ദൗത്യത്തെക്കുറിച്ച് ഷൈജു സൂചിപ്പിച്ചു. ദൗത്യമാണ്. മിഷൻ എന്താണ്? മിഷൻ കർത്താവിൻ്റെ ഈ ഐക്യത്തിൻ്റെ സുവിശേഷം, വ്യത്യസ്തതകളെ അംഗീകരിച്ചിട്ടുള്ള സുവിശേഷം എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തതകൾ ഉള്ളത് കൊണ്ട് പലപ്പോഴും ഈ കളകളുടെ വിത്തിൽ പറയുന്നുണ്ട്, കൃഷിക്കാർ വന്ന് പറയുന്നുണ്ട്, വിളകളോടൊപ്പം കളകളും മുളച്ചു വരുന്നുണ്ട്, കളകൾ ഞങ്ങൾ പറിച്ചു കളയട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഈ ഗോതമ്പ് ചെടിയുടെ അതേപോലെ തോന്നുന്ന ഒരു ചെടിയായിരുന്നു ഈ കളകളായിട്ട് വളർന്നു വന്നത്. അപ്പോൾ കർത്താവ് പറയുന്നത് കളകൾ പറിച്ചു കളഞ്ഞാൽ വിളകൾ കൂടി നഷ്ടപ്പെടും, അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. അവസാനം വരെ വരട്ടെ. സത്യത്തിൽ ഇവിടുത്തെ ആത്മായ മുന്നേറ്റ പ്രവർത്തകര് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ നിങ്ങൾ കളകളാണെന്ന് കരുതി ചിലര് നിങ്ങളെ പറിച്ചു കളഞ്ഞപ്പോൾ ഇപ്പോൾ നിങ്ങൾ വിളകളാണെന്ന് തിരിച്ചറിഞ്ഞ് വിളകൾ മൂത്ത് ഒരു സിനഡാലിറ്റി, അൽമായ സിനഡിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുക എന്നതാണ് അഭിനന്ദനാർഹം. പക്ഷെ യഥാർത്ഥ കളകള് അവിടെ എവിടെയൊക്കെ ഇപ്പൊ കരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്, വിളകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥ വിളകളാണെങ്കിൽ അതിൻ്റെ ഫലം പുറപ്പെടുവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശംസയും പ്രതികരണവും. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രക്രിയ, ഒറ്റയടിക്ക് തീരുന്ന ഒരു കാര്യമല്ല എന്നറിയാം. അതുകൊണ്ട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കണം. നമ്മൾ വളരെ ഔപചാരികമായ ഒരു പ്രോഗ്രാമാണ് നടക്കുന്നതെങ്കിലും അല്പം അനൗപചാരികത ഞാൻ എടുക്കുകയാണ്. അനൗപചാരിക എടുത്തൊരു ചോദ്യം ചോദിക്കുക നിങ്ങളോട്. വളരെ ശ്രദ്ധിച്ച് കേട്ടുള്ളൂ. ഉത്തരം അറിയാവുന്നവർ ആദ്യം കൈപൊക്കിയാൽ മതി. അതിനുശേഷം ഞാൻ ചോദിക്കാം. നിങ്ങളൊരു വണ്ടി ഓടിക്കുകയാണെന്ന് കരുതുക. 2 കിലോമീറ്റർ പോയപ്പോൾ 4 പേര് കയറി. 4 കിലോമീറ്റർ പോയപ്പോൾ 2 പേര് ഇറങ്ങി. വീണ്ടും 5 കിലോമീറ്റർ പോയപ്പോൾ 10 പേർ കയറി. 10 കിലോമീറ്റർ പോയപ്പോൾ 5 പേർ ഇറങ്ങി. ഡ്രൈവറുടെ വയസ്സ് എത്രയാണ്? 1, 2, 3, 4, 5 ഒന്ന് പറയാമോ? 54, 62, 56, 68, 48. അപ്പൊ നിങ്ങൾക്ക് കിട്ടി. എന്തുകൊണ്ടാ? മറ്റു പലരും കൈവക്കിയില്ല. ഞാൻ ആദ്യം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ വണ്ടി ഓടിക്കുകയാണെന്ന് കരുതുക. ഇവരെല്ലാവരും പറഞ്ഞത് അവരുടെ വയസ്സാണ്. നിങ്ങളുടെ വയസ്സല്ലേ പറഞ്ഞേ? സ്വന്തം വയസ്സാണ്. ചോദ്യം ശ്രദ്ധിക്കണം. നിങ്ങൾ വണ്ടി ഓടിക്കുകയാണെന്ന് കരുതുക. അപ്പൊ നിങ്ങൾ ഈ ചോദ്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ചോദ്യമാണ് ആദ്യം പഠിക്കേണ്ടത്. ഉത്തരങ്ങൾ വന്നോളൂ. ചോദ്യം പഠിച്ചില്ലെങ്കിൽ ഉത്തരം തെറ്റും. അതുകൊണ്ട് സിനഡാലിറ്റി യഥാർത്ഥത്തിൽ ചോദ്യങ്ങൾ, ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ള ഒരു പരിശീലനം നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. അതുകൊണ്ട് ഈ സിനഡാലിറ്റിയുടെ പ്രവർത്തനത്തിൽ മറ്റൊരു കാര്യം കൂടി സമയമായിട്ടുണ്ട്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുന്ന രംഗത്തേക്ക് വന്നു എന്നാ പറയുക. ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഷൈജുവിൻ്റെ നമ്മൾ ആദ്യം തെരുവുകളിൽ സമരങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ വളരെ ക്രിയാത്മകമായിട്ട് പഠന രംഗത്തേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ബൈബിളിൽ തന്നെ ഡ്യൂട്രോണമിസ്റ്റിക് തിയോളജി ഉണ്ട്.
അത് ലേ തിയോളജിയാണ്. അൽമായയുടെ ദൈവശാസ്ത്രത്തെ സത്യത്തിൽ കൂടുതൽ പറയുന്ന ഒരു തിയോളജിയാണ് ഡ്യൂട്രോണമിസ്റ്റിക് തിയോളജി. കൂടാതെ തന്നെ പ്രീസ്റ്റ്ലി തിയോളജി ഉണ്ട്. പ്രീസ്റ്റ്ലി കൾട്ടിനെ കുറിച്ചും അത് പ്രീസ്റ്റ്ലി തിയോളജി അങ്ങനെ മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ രണ്ടിനെയും സമന്വയിപ്പിക്കുന്ന ദൈവശാസ്ത്രവും ബൈബിളിലുണ്ട് എന്നതാണ് സത്യം. അതിനെ കണ്ടെത്തി നമ്മൾ എപ്പോഴും നമ്മുടെ അതിരൂപത ഒരു പ്രോഗ്രസീവായിട്ടുള്ള മുന്നേറ്റം നടത്തുന്നവരാണ്. വളരെ പുരോഗമനാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ്. നമ്മുടെ ലക്ഷ്യം ക്രൈസ്റ്റ് കോൺഷ്യസ്നസ്, ക്രിസ്തു അവബോധം മനസ്സിലുണർത്തി ആ അവബോധത്തിൽ നിന്നും പ്രവർത്തിക്കുക എന്നതാണ്. അങ്ങനെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന രീതിയിലേക്ക് കൂടി സഭയെന്നുള്ളത് ഒറ്റപ്പെട്ട ഒരു ദ്വീപല്ല എന്ന് നമ്മൾ കരുതണം. നിങ്ങൾ സഭയിലെ അംഗങ്ങൾ എന്ന രീതിയിൽ നിങ്ങളും ഞങ്ങളും നമ്മളെല്ലാവരും സഭയിലെ അംഗങ്ങളായതുകൊണ്ട് ഈ സമൂഹത്തിന്റെ പ്രശ്നങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധ കുറച്ചുകൂടി തിരിയേണ്ടതുണ്ട് എന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ സിനഡാലിറ്റിയിലേക്ക് പോകുമ്പോൾ നമ്മൾ വളരെ സഭയുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ മാത്രമാകരുത് നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടത്. നിങ്ങൾ ക്രൈസ്റ്റ് കോൺഷ്യസ്നസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് പുറം ലോകത്തേക്ക് നോക്കും. ഇപ്പൊ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ്. സ്വാതന്ത്ര്യത്തിന്റെ ആശംസകൾ നിങ്ങൾക്ക് നേരുമ്പോഴും സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതികൾ സമൂഹത്തിൽ വരുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായരും എല്ലാവരും ഒന്നു ചേർന്ന് ഈ സമൂഹത്തിൽ നടക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ധ്വംസനങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ റെഡിയാവുക. ഇനി ബിബ്ലിക്കലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിങ്ങൾ 5-8 പേര് ബൈബിളില് കൂടുതൽ ഉപരിപഠനം നടത്തിയവരാണ്. ആ പഠനം ഈ അൽമായ സെന്ററിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഞങ്ങളുടെ സേവനം നിങ്ങളുടെ ബൈബിൾ പഠനത്തെ കൂടുതൽ ഊർജിതമാക്കാൻ വിട്ടുതരാൻ സന്നദ്ധരാണെന്ന് അവരോട് കൂടി ചോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.